രാഹുലിന്റെ കാര്യത്തിൽ രാഹുലിനെതിരെ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയതാണ് കക്ഷി. ഏകദേശം 10 ദിവസം കഴിഞ്ഞ് ഇപ്പോഴും കാണാമറയത്താണ്. സംസ്ഥാനത്തിനകത്തും പുറത്തും ഒക്കെ തെരച്ചിൽ നടത്തി, പക്ഷേ രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ ഇന്നലെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളി. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതിലെന്താകും തീരുമാനം എന്നതാണ് ഇനി അറിയേണ്ടത്. വിവരങ്ങൾ നൽകാനായി സുനിൽ ഐസക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചെയ്തത്. സുനിൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. എന്താകും അതിൽ തീരുമാനം എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതിനിടയിൽ രാഹുൽ എവിടെയാണ്? എത്ര ദിവസമായി? 10 ദിവസമായി തെരച്ചിൽ നടത്തുന്നു, ഇപ്പോഴും ഒരു പിടിയുമില്ല. എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? ദിവ്യ, സേഫ്, ഗുഡ് മോർണിംഗ്. 2 രാഹുൽമാരുടെയും ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നു. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇവിടെ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് രാഹുൽ ഹൈക്കോടതിയിലും ഉന്നയിക്കുന്നത്. അതായത് ഈ അതിജീവിതയായ കുട്ടിയുമായി പരിചയമുണ്ടായിരുന്നു, നല്ല സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആ സൗഹൃദത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നു. ആ ഓഡിയോ ക്ലിപ്പുകൾ താനാണ് പുറത്തുവിട്ടതെന്ന രീതിയിൽ ആ പെൺകുട്ടി സംശയിക്കുന്നു. ഇതേ തുടർന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ വേട്ടയാടുന്നു. പിന്നാലെ വലിയ സമ്മർദ്ദം പെൺകുട്ടിക്ക് മേലെ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് ഇത്തരത്തിൽ ഒരു പരാതിയിലേക്ക് പോകേണ്ടി വന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. പിന്നീടത് ഇത്തരം പരാതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയില്ല. അത്തരം ചില കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിർബന്ധിത ഗർഭചിത്രത്തിന് ഏതെങ്കിലും തരത്തിൽ താൻ നിർബന്ധിച്ചിട്ടില്ല. ഒപ്പം അതിന് തെളിവും തനിക്ക് ഹാജരാക്കാൻ കഴിയും. പക്ഷെ താനിങ്ങനെ ഒളിവിൽ കഴിയുന്നതുകൊണ്ട് തന്നെ പോലീസ് ഇങ്ങനെ വേട്ടയാടുന്നത് കൊണ്ട് അത്തരത്തിൽ തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിന് സാവകാശം വേണം. അന്വേഷണവുമായി സഹകരിക്കും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഹൈക്കോടതിയിലും പറയുന്നത്. എന്തായാലും ഹൈക്കോടതി രാഹുലിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ജാമ്യ ഹർജിയിൽ എന്ത് തീരുമാനം ആക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്ന് ചിലപ്പോൾ വാദം കേട്ട് വിധി പറയുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത. എന്തായാലും സേഫും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 10ാം ദിവസവും കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇന്ന് 10ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. എവിടെ എന്ന കാര്യത്തിൽ പോലീസിനും കൃത്യമായ ധാരണയൊന്നുമില്ല. പോലീസ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ അന്വേഷണ സംഘം എത്തുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ അവിടെ നിന്ന് കടന്നു കളയുന്നുവെന്നാണ് പോലീസ് സംഘം പറയുന്നത്. നേരത്തെ കർണാടകത്തിലെ സുള്ളിയിലായിരുന്നു, അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ചില ആളുകളുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടെ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയും ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ 2 കോടതിയിൽ ഒരുമിച്ച് രാഹുൽ ജാമ്യ ഹർജി കൊടുത്തതിനെ പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുകയും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് ഇന്നലെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നത്. എന്തായാലും രാഹുൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ജയിലിൽ നിരാഹാരത്തിലായിരുന്നു. അതേ തുടർന്ന് വലിയ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അവിടെ ചികിത്സയിലാണ് കൂടിയാണുള്ളത്. എന്തായാലും ഇന്ന് രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയിലും എന്താണ് തീരുമാനമാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതിനിടെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കുറച്ച് ദിവസം കൂടി ഒളിവിൽ കഴിയേണ്ടി വരുമല്ലേ? കാരണം ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷയിൽ ഒരു വിധി ഉണ്ടാകാനിടയില്ല. വാദമൊക്കെ ആയിരിക്കും.